ഹെസക്കിയ എന്നൊരു രാജാവിനെ കുറിച്ചും മനാസെ എന്ന രാജാവിനെ കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുന്നത് ധ്യാനിക്കുന്നല്ലതാണ്. ഈ ഹെസക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസം ആണ്, ഇവിടെ മാറില്ല. ഇസ്രായേലിന്റെ രാജാവായിട്ട് ഹെസക്കിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്നത് വിജാതീയ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചിട്ട് യഹോവ മാത്രമാണ് ദൈവമെന്ന് സത്യദൈവമെന്ന് പ്രഘോഷിച്ച് ദൈവാരാധന, സത്യദൈവത്തെ, യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ടും ജനത്തെ അങ്ങനെ രൂപപ്പെടുത്തുന്ന ഹെസക്കിയ എന്ന രാജാവ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈവത്തെ ആരാധിച്ച് വിശ്വസ്തത കാണിച്ച ഈ രാജാക്കന്മാരുടെ പേരിലെ വിവരം വരുമ്പോൾ പക്ഷേ ഞാൻ പറയും ദാവീദിനേക്കാളും തോന്നിപ്പോവും ഹെസക്കിയായിരുന്നു. അത്ര ദൈവ ബന്ധമാണ്. അവൻ എന്തെങ്കിലും പ്രശ്നമോ വിഷമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഓടുന്ന ദേവാലയത്തിലേക്ക്, ദേവാലയത്തിൽ പോയിട്ട് ബലിപീഠത്തിന് ചൂട്ടിപ്പോയി അവൻ ഇരിക്കും. വേറെ ആരോടും പറയില്ല. അവന്റെ വിഷമം മുഴുവൻ അല്ലെ ഉടനെ മന്ത്രിസഭ വിളിച്ചു കൂട്ടി ചർച്ചയൊന്നുമില്ല. വേറെ ബലിപീഠത്തിന്റെ ചൂട്ടിപ്പോയി ഇരിക്കുന്നവനാണ് ഹെസക്കിയ. മനോഹരമാണ് ജീവചരിത്രം. ഒരിക്കലും വിജാതി ശത്രുക്കൾ വന്നിട്ട് രാജ്യത്തെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി 1-2 വർഷമായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവസാനം ഒരു ഭീഷണിക്കത്ത് ഇവന് കിട്ടുന്നുണ്ട് ശത്രുക്കളിൽ നിന്ന്. അതായത് നാളെ നേരം പുലരുമ്പോൾ ഞങ്ങൾ നിന്റെ രാജ്യം കൈവശമാക്കിയിരിക്കുന്നു, നീ ഏത് ദൈവത്തെ വേണം വിളിച്ചു. ഒന്നും സംഭവിക്കും. ഇവൻ പറയുന്നത് ഇവൻ ഓടി ദേവാലയത്തിൽ വന്ന് ബലിപീഠത്തിൽ ചുവട്ടിപ്പോയിരുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ ശത്രുക്കൾ കൊടുത്ത ഭീഷണിക്കത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് ബലിപീഠത്തിന് ചുവട്ടില്ല. എന്നിട്ട് അവൻ പെട്ടെന്ന് ഒരു വൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിനൊരു കോപ്പി എഴുതാൻ പറഞ്ഞു. കോപ്പി എഴുതിയിട്ട് പറഞ്ഞു പെട്ടെന്ന് കൊണ്ട് യേശയ്യാ പ്രവാചകന്റെ കൈ കൊണ്ട് കൊടുക്കണം, ഇങ്ങനെ ഭീഷണിക്കത്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരുത്തിന് എഴുതിയിട്ട് ഓടിച്ചു വിടുകയാണ്. പ്രാർത്ഥനയിലിരിക്കുന്ന യേശയ്യാ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി പ്രവാചകനെ കാണിക്കുമ്പോൾ ഉടനെ ഈ യേശയ്യാ പ്രവാചകൻ പറഞ്ഞു, പേടിക്കണ്ട, നീ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് ദൈവം അരുളിച്ചെയ്തിട്ടുണ്ട്, ഇന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയ ആ ശത്രുക്കളെ നാളെ നീ അവിടെ കാണുകയില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. സംഭവിക്കുന്നത് ആ രാത്രിയിൽ എന്തോ ഒരു പറയുന്നത്, ആ രാത്രിയിൽ ശത്രു സൈന്യത്തിന്റെ ഈ പാളയത്തിൽ എന്തൊരു പ്രത്യേകതര ശബ്ദം കേട്ടു. 2-3 കാര്യങ്ങളല്ല. ഒന്ന് പറഞ്ഞു എന്തൊരു ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ആരോ പറഞ്ഞു ശത്രുക്കൾ രാത്രി വന്ന് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, എന്ത് യുദ്ധം, വലിയൊരു യുദ്ധം വന്നിട്ട് ഇങ്ങനെ ആളുകൾ വന്നിങ്ങനെ ഭീഷണി ഉപദ്രവിക്കാൻ ഒരു ആരോ സ്വപ്നം കണ്ടത്. ദൈവം സ്വപ്നം കാണിപ്പിച്ചു. സ്വപ്നം കണ്ട് അവൻ കാറിക്കൊണ്ട് അവൻ ഓടുന്നു, അവന്റെ കണ്ട കൂടെ ഉള്ളവനെല്ലാം ഓടി. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അന്ന് രാത്രി ഒരുത്തും കാണുന്ന സ്വപ്നമാണ് ശത്രു സൈന്യം വന്നിട്ട് ആക്രമിക്കുന്ന പേടിച്ചവൻ ഇറങ്ങി ഓടുമ്പോൾ ഓടിക്കോളാൻ എല്ലാവരോടും പറഞ്ഞു. ഓടി പാളയത്തിലുള്ളവർ അന്നത്തെ കാലമല്ല, എല്ലാവർക്കും ഓടി. നേരം വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ സ്ഥലം വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് ചരിത്രത്തിൽ കണ്ടുമുട്ടുന്നത്. കാരണം ഇവനോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടം. ഇവൻ എന്ത് ചോദിച്ചാലും ദൈവത്തിന് സാധ്യത.